ലവ്ലി ദിലീഷ് കരുണാകരൻ രചനയും സംവിധാനം നിർവഹിച്ച് മാത്യു തോമസ് പ്രധാന വേഷത്തിൽ വന്ന ഈ മലയാളം 3D ഫാന്റസി സിനിമയെ കുറിച്ചാണ് ഇന്ന്. കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്ന ബോണിക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു ഈച്ച, അതും സംസാരിക്കുന്ന ഒരു ഈച്ചയുമായിട്ടുണ്ടാകുന്ന സൗഹൃദമാണ് ലവ്ലി എന്ന സിനിമ പറയുന്നത്. കുട്ടികൾക്ക് ഇഷ്ടമാകുന്ന പിള്ളേരെ കൊണ്ട് കാണിക്കാൻ പറ്റിയ ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ മച്യൂർഡ് ഓഡിയൻസിന് അത് അത്രയ്ക്ക് വർക്കാകുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമാണ്. എനിക്ക് പടം അത്രയ്ക്ക് നന്നായിട്ട് വർക്കായില്ല. പോസിറ്റീവ്സ് പറഞ്ഞാൽ ഇതിന്റെ 3D പോർഷൻസ്, ആ ഈച്ചയെ സൃഷ്ടിച്ചേക്കുന്നത്, മറ്റ് VFX വർക്ക്സ് ഒക്കെ നന്നായിട്ടുണ്ടായിരുന്നു. പാട്ടുകളിൽ അതുപോലെ ഒരു ഡ്രീം പോർഷൻസ് അങ്ങനെ വരുന്ന ഒരു ടൈറ്റിൽ, അങ്ങനെ VFX ടീം നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലെ ചെറിയ ബജറ്റിൽ ഇത്രയും നല്ലൊരു 3D ആൻഡ് VFX ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണല്ലോ. ലിറ്റിൽ ഹിപ്പോ സ്റ്റുഡിയോ ആണ് ഇതിന്റെ CGI വർക്ക്സ് ചെയ്തിട്ടുള്ളത്. ഗ്രേറ്റ് വർക്ക്. പിന്നെ ഈ ഒരു ഐഡിയ നൈസായിരുന്നു, ഈച്ചയുമായിട്ട് ഒരു യുവാവിനുണ്ടാകുന്ന സൗഹൃദം എന്നത്. ഈച്ചയുമായിട്ട് പരിചയം ഉണ്ടാകാനുള്ള ആ ഒരു സാഹചര്യം അത് ഒരുക്കി വെച്ചേക്കുന്നതും കുറച്ച് ഡിഫറെന്റ് ആയിരുന്നു, അതും കൊള്ളാം. പെർഫോമൻസിൽ ബോണിയായിട്ട് വന്ന മാത്യു തോമസ് ഓക്കെ ആയിരുന്നു. അങ്ങനെ കാര്യമായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ക്യാരക്ടർ ഒന്നും ഇല്ല. ചിലയിടങ്ങളിൽ ഒരു റിലേ വിട്ടതുപോലെയുള്ള ഒരു പ്രകടനമായിട്ട് തോന്നി. ആ ഒരു ക്യാരക്ടർ തന്നെ ഒരു കിളി പോയ റോളാണ്. ഒന്നാമത് ഈച്ചയില്ലാതെ ഉണ്ടെന്ന് സങ്കല്പിച്ചിട്ടുള്ള അഭിനയമാണല്ലോ, അത് കൺവിൻസിങ് ആക്കുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. ചിലയിടങ്ങളിൽ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ആകുന്നുണ്ടായിരുന്നു പെർഫോമൻസിൽ. എങ്കിലും ഒരു കുട്ടിത്തമുള്ള ക്യാരക്ടർ, അത് ഏറ്റവും ചേരുന്ന നടൻ എന്ന നിലയിൽ മാത്യു മാക്സിമം നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരനായിട്ട് വന്ന ആഷ്ലിൻ ജോസഫ് ഭയങ്കര നാച്ചുറൽ പെർഫോമൻസ് ആയിരുന്നു. ആ പയ്യന് നല്ലൊരു ഭാവിയുണ്ട്. അതുപോലെ മനോജ് കെ ജയന്റെ മജിസ്ട്രേറ്റ് ക്യാരക്ടർ രസകരമായിരുന്നു, അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുള്ളിയുടെ ഫാമിലി സ്റ്റോറിയുടെ ഒന്നും ഒരാവശ്യവും ഇല്ലായിരുന്നു പടത്തിൽ. ആ പോർഷനും അവരും ഒന്നും ഇല്ലെങ്കിലും കഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇതിലെ ലവ്ലി എന്ന ഈച്ചയുടെ ആ ഒരു മെയിൻ ക്യാരക്ടറിനെ ഡബ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഗായിക ബിന്നി കൃഷ്ണകുമാറിന്റെ മകളും പാട്ടുകാരിയുമായ ശിവാംഗിയാണ്. നല്ല കിടുവായിട്ട് ഡബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷൈനായിട്ട് വന്ന പ്രശാന്ത് മുരളി കിടുവായിരുന്നു. ഒപ്പം ഗ്രേസ് ആയിട്ട് വന്ന അശ്വതി മനോഹരനും കൊള്ളാം. കള്ളുകുടിയൻ കടക്കാരനായിട്ട് വന്ന ജയശങ്കർ കാരിമുട്ടം പൊളിയായിരുന്നു. വക്കീലായിട്ട് വന്ന അരുൺ പ്രദീപിന്റെയും ജയിൽ പുള്ളിയായ ജോമോൻ ജ്യോതിറിന്റെയും കോമഡി ഒന്നും അങ്ങോട്ട് വർക്കായില്ല. ബാബുരാജ്, ഗംഗാ മീര, അരുൺ അജികുമാർ തുടങ്ങിയവരും പടത്തിലുണ്ട്. സംവിധായകൻ ആഷിഖ് അബുവാണ് പടത്തിന്റെ ക്യാമറ. നൈസ് ക്യാമറയായിരുന്നു. കിരൺ ദാസ് ആണ് ഇതിന്റെ എഡിറ്റിംഗ്. ഇതിന്റെ മ്യൂസിക്കും കൊള്ളാം. വിഷ്ണു വിജയും ബിജി ബാലൻ ചേർന്നാണ് ഇതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത്. പാട്ടുകൾ ഇമ്പമുള്ളവയായിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിന്റെ വിഷ്വൽ എഫക്ട്സ് ഒക്കെ നൈസ് ആണ്. ടെക്നിക്കലി പടം സ്ട്രോങ് ആണ്. സ്ക്രിപ്റ്റിലെ പോരായ്മകൾ തന്നെയാണ് പ്രധാന പ്രശ്നം. ഈ ടൈപ്പ് പടങ്ങൾ പണ്ട് കുറെ വന്നിട്ടുണ്ട്. ഇപ്പൊ മൈ ഡിയർ കുട്ടിച്ചാത്തം മുതൽ ഓഫാബി, അങ്ങനെ കുറെ സിനിമകൾ വന്നിട്ടുണ്ടല്ലോ. അതിന്റെ ഒന്നും തിരക്കഥയുടെ അത്രയും സ്ട്രോങ് അല്ല ഇതിന്റെ എന്നാണ് എനിക്ക് തോന്നിയത്. അത്രയ്ക്കും ഒരു ഇമോഷണൽ കണക്ഷൻ ഒന്നും കഥയിൽ വരുന്നില്ല. ഉണ്ട്, ക്ലൈമാക്സിലൊക്കെ ചെറിയ രീതിയിൽ നമുക്കൊരു വൈകാരിക അടുപ്പൊക്കെ തോന്നും, പക്ഷെ അതൊന്നും അത്ര സ്ട്രോങ് അല്ല. വല്ലാത്തൊരു ഭയങ്കര സ്നേഹം ഒരു ക്യാരക്ടറിനോടും നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യം. പടത്തിന്റെ ഇന്റർവെൽ ബ്ലോക്ക് നൈസ് ആയിരുന്നു. അത് കഴിഞ്ഞ് പടം അങ്ങോട്ട് ഗംഭീരമാവുന്നതാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നെ ക്ലൈമാക്സ് നന്നായി എന്നുള്ളതല്ലാതെ ഇതിനിടയിലുള്ള പല ഭാഗങ്ങളും നല്ലതുപോലെ തന്നെ ലാഗടിച്ചു. പിന്നെ ഇതിന്റെ കഥയുടെ പ്രത്യേകത കൊണ്ട് സത്യത്തിൽ ഈച്ച വരുന്ന അത്രയും പോർഷൻ മാത്രം 3D ഇഫക്റ്റ് ആവശ്യമുള്ളൂ. ബാക്കിയുള്ള അത്രയും ഭാഗങ്ങൾ 2D ആണ്. കഥയും ടെക്നിക്കൽ സൈഡ് ആണെങ്കിലും, അതായത് ഒരു 75% 2D, ബാക്കി 25% 3D. ഇങ്ങനെയാണ് ഇതിന്റെ കഥ വൈസ് ആണെങ്കിലും ടെക്നിക്കൽ വൈസ് ആണെങ്കിലും 3D ആവശ്യമുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങൾ 3D ഉള്ളതായിട്ട് പോലും നമുക്ക് ഫീൽ ചെയ്യില്ല. എന്ന് വെച്ച് കുറച്ച് ഭാഗം നിങ്ങൾ കണ്ണാടി വെച്ച് 3Dയിൽ കണ്ടോ ബാക്കി അല്ലാതെ കണ്ടോ എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതായത് ഞാൻ ഈ പറഞ്ഞ ബാക്കി ഭാഗങ്ങളിൽ അത്ര ഇഫക്റ്റീവായിട്ട് 3D വരുത്തുന്ന സീനുകളൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഇതിലെ കോമഡി ഒന്നും നന്നായിട്ട് വർക്കായില്ല. ഇപ്പൊ കട്ട്സ് കൊണ്ടാണെങ്കിലും കോമഡി ആണെങ്കിലും ആ ഒരു ടൈമിംഗ് അങ്ങോട്ട് ചിലയിടങ്ങളിൽ സെറ്റ് ആയില്ല. ആകെ മൊത്തം ടോട്ടലിൽ നല്ലൊരു ശ്രമമായിരുന്നു. കൺസെപ്റ്റ് കൊള്ളാമായിരുന്നു. നമ്മുടെ മലയാളത്തിന്റെ കൊച്ചു ബജറ്റ് വെച്ചിട്ട് മാക്സിമം നന്നായിട്ട് ഒരു VFXും 3D ഒക്കെ ചെയ്യാൻ ശ്രമിച്ചിട്ടുമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എനിക്ക് പടം അത്ര നന്നായിട്ട് വർക്കായില്ല. ഈ ഒരു ഐഡിയയുടെ അല്ലെങ്കിൽ 3Dയുടെ ഒക്കെ സാധ്യത കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഉപയോഗിക്കാമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. സോ ഒരു ആവറേജിന് അടുത്തെത്തുന്ന ഒരു അനുഭവം മാത്രമായിരുന്നു എനിക്ക് ലവ്ലി. 1 മണിക്കൂർ 56 മിനിറ്റാണ് സിനിമയുടെ റൺ ടൈം. അപ്പോൾ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി എന്നാൽ.